തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തുടർച്ചയായി രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 2.9 രേഖപ്പെടുത്തി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം വടക്കാഞ്ചേരി. വരും ദിവസങ്ങളിലും തുടർ ഭൂചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടർചലനങ്ങളിൽ ആശങ്കയോടെ ജനം. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് ശ്രീകണ്ഠൻ. തൃശൂർ കുന്നംകുളം റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. പാതിവഴിയിൽ നിലച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിലെ കുണ്ടും കുഴിയും യാത്ര ദുരിതമാക്കുന്നു. നാളെ ബലിപെരുന്നാളിനൊരുങ്ങി മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ സംഗമിക്കും. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. തൃശൂരും പാലക്കാടും തുടർച്ചയായ രണ്ടാം ദിവസവും നേരിയ ഭൂചലനം. തൃശൂരിന്റെ വടക്കൻ മേഖലകളിലാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. കുന്നംകുളം, ചൂണ്ടൽ, വരവൂർ, എരുമപ്പെട്ടി മേഖലകളിലാണ് ഭൂചലനമുണ്ടായത്. തൃശൂർ നഗരത്തിലും അത്താണിയിലും ഭൂചലനമുണ്ടായി. പാലക്കാട് ജില്ലയിലെ ആനക്കര, കപ്പൂർ, തിരുമറ്റക്കോട് പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടു. ഓങ്ങല്ലൂർ മേഖലയിലും ഭൂചലനം അനുഭവപ്പെട്ടതായി നാട്ടുകാർ പറയുന്നു. ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് ഭൂചലനമുണ്ടായത്. വലിയ മുഴക്കവും പ്രകമ്പനവും ഉണ്ടായി. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. ശനിയാഴ്ചയും ഈ മേഖലകളിൽ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ശനിയാഴ്ച രാവിലെ 8:15 ശക്തമായ പ്രകമ്പനത്തോടൊപ്പം ഭൂമികുലുക്കം അനുഭവപ്പെട്ടത്. പുലർച്ചെയുണ്ടായ ഭൂചലനത്തിന്റെ തീവ്രത റിക്ടർ സ്കെയിലിൽ 2.9 രേഖപ്പെടുത്തി. മരത്തങ്കോട് ഭാഗത്ത് ഇന്നലെ 8:15 ഉണ്ടായ പോലെ ഒരു ഭൂമികുലുക്കം ഇന്ന് 3:55 ഉണ്ടായി പുലർച്ചെ. ഭൂമിയുടെ അടിയിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ആരംഭിച്ച പോലെയുള്ള ശബ്ദം കേൾക്കുന്നത്. കിടന്നുറങ്ങാനൊക്കെ പേടിയാവുകയും ചെയ്യുന്നത്. ഭയം കൊണ്ടേ മനുഷ്യന്മാർക്ക് കിടക്കാൻ പറ്റാതെയായി തുടങ്ങി. മനസ്സിൽ ഭയങ്കര ഭീതി കലർന്നു. രണ്ടാമതുമുണ്ടായ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം വടക്കാഞ്ചേരിക്കടുത്ത്. റിക്ടർ സ്കെയിലിൽ 2.9 രേഖപ്പെടുത്തിയിട്ടുള്ളത്. നാഷണൽ സെന്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് സ്റ്റഡീസ് ആൻഡ് ഭൂചലന തീവ്രത രേഖപ്പെടുത്തിയത്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഭൂചലനത്തിൽ കടങ്ങോട് പഞ്ചായത്തിലെ മരത്തങ്കോട് വീടിന് കേടുപാടുകൾ സംഭവിച്ചു. മരത്തങ്കോട് AKG നഗറിൽ മഞ്ചേരി സരസ്വതി മോഹനന്റെ വീടിനാണ് വിള്ളലുണ്ടായത്. ചുമരിൽ നിന്ന് ഇഷ്ടികയുടെ ഒരു ഭാഗം കുട്ടികൾ കിടക്കുന്ന ഭാഗത്തേക്ക് വീണു. സരസ്വതി, മകൻ സുമോദ്, മരുമകൾ ബീന, ഇവരുടെ മക്കളായ 10 വയസ്സുള്ള ആദികൃഷ്ണ, 8 വയസ്സുള്ള ആരാധ്യ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. കുലുക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇവർ കുട്ടികളുമായി പുറത്തേക്ക് ഇറങ്ങിയോടി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, പഞ്ചായത്ത് അംഗം ഷൈബുന്നീസ ഷറഫുദ്ദീൻ എന്നിവരും വില്ലേജ് അധികൃതരും വീട് സന്ദർശിച്ചു. ഇന്ന് പുലർച്ചെ ഏകദേശം ഒരു 3:55 സമയത്താണ് ഭയങ്കരമായിട്ട് ഭൂമി നന്നായിട്ട് കുലുങ്ങിയപ്പോൾ ഞങ്ങൾ വീടിന്റെ ഭിത്തികളൊക്കെ നന്നായിട്ട് ഇളകി നിൽക്കണ്ടായിരുന്നു. ഒരു കഷ്ണം താഴെ വീണു. മോനെ താഴെ കിടക്കണ്ടായിരുന്നത്. അവന്റെ മേത്തേക്ക് തട്ടിയില്ല. എന്നാലും ഞാൻ വേഗം എടുത്തു. നോക്കുമ്പോ പാത്രങ്ങളെല്ലാം അങ്ങനെ താഴെ വീണ്ട ഇതൊക്കെ കിടക്കിട്ടുണ്ട്. കുറെ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ വീണ്ടും നിൽക്കിട്ടുണ്ട്. അപ്പൊ തന്നെ ഞാൻ മോനെ എടുക്കുക ചെയ്തത്. അവൻ ഭയങ്കര ഉറക്കത്തിലാണ്. ഉണരണില്ല. പിടിച്ച് വലിച്ചു ഞാൻ വേഗം. ഞായറാഴ്ച പുലർച്ചെയുണ്ടായ ഭൂചലനത്തിൽ കൊമ്പൻ ഞെട്ടിയുണരുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പാറന്നൂർ നന്ദൻ എന്ന കൊമ്പൻ ഞെട്ടിയുണരുന്ന ദൃശ്യങ്ങളാണ് CCTVയിൽ പതിഞ്ഞത്. പുലർച്ചെ 3:55 ഭൂചലന സമയത്ത് കൊമ്പൻ ഞെട്ടിയുണർന്ന് ചിഹ്നം വിളിക്കുകയായിരുന്നു. വരും ദിവസങ്ങളിലും തുടർ ഭൂചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മന്നാമംഗലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂകമ്പം നേരത്തെ പ്രവചിക്കാൻ കഴിയില്ലെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ ഫയർഫോഴ്സിനോടും ആശുപത്രികളോടും സജ്ജരായിരിക്കുവാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. എന്തായാലും ഉണ്ടായ സംഭവങ്ങളിൽ ഒരു വളരെ ഗൗരവത്തോടു കൂടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഭൂകമ്പം ഒരിക്കലും നേരത്തെ പ്രവചിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒന്നല്ല. സാധാരണ നിലയിൽ IMD, സ്കൈമെറ്റ്, GFS, IBM വെതർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രവചന ഏജൻസികളൊക്കെ ചുഴലിക്കാറ്റും മഴയും കാലാവസ്ഥയുടെ മറ്റു മാർഗങ്ങളും ഒക്കെ പ്രവചിക്കുമെങ്കിലും ഭൂകമ്പം പ്രവചിക്കാനുള്ള ഒരു ഏജൻസി ഇല്ല. IMDയോടാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ നമ്മൾ സാധാരണ ചോദിക്കാറുള്ളത്. അതുകൊണ്ട് വളരെ അടിയന്തിരമായി LSTDകളുമായി ബന്ധപ്പെട്ട് ഈ മേഖലയിലെ ആളുകൾക്ക്
ഇത്തരം സംഭവങ്ങൾ ഏതെങ്കിലും ഉണ്ടായാൽ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്ന വിധത്തിൽ വാർഡ് മെമ്പർമാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായിട്ടുള്ള ബോധവൽക്കരണം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ആശുപത്രിയും ഫയർഫോഴ്സ് വിഭാഗവും എപ്പോഴും സജ്ജമാക്കിയിരിക്കുന്ന വിധത്തിൽ തലാപ്പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധങ്ങളായ ആശുപത്രികൾ ഒരുക്കാനും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെ പൂർണ്ണസമയ സേവനം ലഭ്യമാക്കാനും കഴിയുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് പാർട്ടി മുന്നോട്ട് നയിക്കുമെന്ന് VK ശ്രീകണ്ഠൻ. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിറവേറ്റുമെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പരാജയത്തിന് DCC ഭാരവാഹികളെ മാറ്റിയതല്ല, ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അവർ രാജിവെച്ചതാണ്. ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടായി എന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഒറ്റക്കെട്ടായി പാർട്ടിയെ മുന്നോട്ട് നയിക്കും. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ശ്രീകണ്ഠൻ പറഞ്ഞു. തൃശ്ശൂരിലെ പരാജയത്തിന് ശേഷം ഭാരവാഹികളെ മാറ്റിയതല്ല, അവരത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെച്ചതാണ്. ഇപ്പോൾ തൃശ്ശൂർ DCC പ്രസിഡന്റിൻ്റെ ചുമതല എനിക്ക് നൽകിയിരിക്കുകയാണ്. പാർട്ടി നൽകിയ ഉത്തരവാദിത്വം വളരെ ആത്മാർത്ഥമായി നിർവഹിക്കാൻ വേണ്ടി എത്തിയതാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല. അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചേലക്കരയിലും പാലക്കാടും UDF നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MP TN പ്രതാപൻ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ, മുൻ MLA-മാരായ AA ഷുക്കൂർ, PA മാധവൻ, TV ചന്ദ്രമോഹൻ, KPCC DCC ഭാരവാഹികൾ തുടങ്ങി നിരവധി നേതാക്കൾ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. തൃശൂരിലെ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി പഠിക്കുവാനുള്ള KPCC ഉപസമിതി ചൊവ്വാഴ്ച ജില്ലയിലെ നേതാക്കളുമായി ചർച്ച നടത്തുമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. DCC പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം DCCയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ. ജില്ലയിലെ കോൺഗ്രസിലെ പ്രതിസന്ധി സംബന്ധിച്ച് നേതാക്കളുമായി ചർച്ച നടത്തിയെന്നും ശ്രീകണ്ഠൻ പറഞ്ഞു. ഇപ്പോൾ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടി നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചൊക്കെ ജില്ലയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കളുമായിട്ട് ചർച്ച നടത്തി. ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഒരു കനത്ത തിരിച്ചടിയാണെന്ന് സ്വാഭാവികമായിട്ടും വിലയിരുത്തപ്പെട്ടതാണ്. ആ തിരിച്ചടികളും തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള അപാകതകളും പോരായ്മകളും പരിശോധിക്കുന്നതിനായിട്ട് KPCC സമിതിയെ തീരുമാനിച്ചിട്ടുണ്ട്. ഈ സമിതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്താൻ നേതാക്കളെ ഭാരവാഹികളെ നേരിട്ട് കാണുന്നതിനും 18-ാം തീയതി എത്തുന്നതാണ്. പാർട്ടിയെയും നേതാക്കളെയും അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ സമൂഹമാധ്യമ പോസ്റ്റുകൾ 24 മണിക്കൂറിനകം പിൻവലിച്ചില്ലെങ്കിൽ നടപടിയെടുക്കും. പാർട്ടിക്കെതിരെ പരസ്യപ്രചാരണം നടത്തുന്നവർക്ക് സംരക്ഷണം നൽകുന്നത് ഏതു മുതിർന്ന നേതാവായാലും അവർക്കെതിരെ നടപടിയുണ്ടാകും. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം KC ജോസഫ്, INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് എന്നിവരടങ്ങിയ 3-അംഗ സമിതി ജില്ലയിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായി ചൊവ്വാഴ്ച തൃശൂരിലെത്തും. പ്രവർത്തകർക്ക് പരാതികൾ രേഖാമൂലം സമർപ്പിക്കാനും അവസരം നൽകും. ഉപസമിതി റിപ്പോർട്ട് കിട്ടിയാലുടൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കാനായി മുൻ DCC പ്രസിഡന്റ് O അബ്ദുറഹ്മാൻ കുട്ടി, മുൻ MLA അനിൽ അക്കര എന്നിവരെ കോഓർഡിനേറ്റർമാരായി നിയോഗിക്കും. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകാൻ ഓരോ മണ്ഡലത്തിലും DCC ഭാരവാഹികൾക്ക് ചുമതല നൽകും. ലീഡറുടെ സ്മൃതി കുടീരത്തിൽ സുരേഷ് ഗോപി MP പോയതിൽ തെറ്റില്ല. ലീഡർ കരുണാകരന്റെ കുടുംബവുമായി അടുപ്പമുള്ളയാളാണ് സുരേഷ് ഗോപി. അദ്ദേഹം സ്മൃതി കുടീരത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതിലോ തെറ്റേറ്റു പറയുന്നതിലോ തെറ്റില്ലെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ലീഡർ കേരളത്തിൻ്റെ പിതാവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അദ്ദേഹത്തിൻ്റെ മാത്രമല്ലെന്നല്ലേ, പൊതുസമൂഹത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവായിരുന്നു ശ്രീ K കരുണാകരൻ. അത് ഏറ്റവും കൂടുതൽ അവകാശപ്പെടാൻ കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകരുമാർക്ക് കഴിയും. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായിട്ട് ലീഡർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സൗഹൃദം അടുപ്പമുണ്ടായിരുന്നു, അറിയുന്ന ആളാണ് ഞാൻ. അപ്പോൾ അവിടെ പോകുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ചെയ്ത തെറ്റുകളൊക്കെ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ ഒക്കെ പോകാതെ, അതിൽ തെറ്റൊന്നുമില്ല. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ, ജില്ലയുടെ ചുമതലയുള്ള KPCC ജനറൽ സെക്രട്ടറി AA ഷുക്കൂർ, മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. K മുരളീധരനെ അനുകൂലിച്ച് തൃശൂരിൽ ഫ്ലക്സ് ബോർഡ്.
DCC ഓഫീസിലേക്കുള്ള വഴിയിലാണ് ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. കെ മുരളീധരനോട് മാപ്പ് അപേക്ഷിച്ചാണ് ഫ്ലക്സ് ബോർഡ്. വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചതിയുടെ പത്മവ്യൂഹത്തിൽപ്പെട്ട് യുദ്ധഭൂമിയിൽ പിടഞ്ഞു വീണ മുരളിയേട്ട, മാപ്പ് നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ല എന്നാണ് ഫ്ലക്സ് ബോർഡിൽ എഴുതിയിട്ടുള്ളത്. തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ പേരിലാണ് ഫ്ലക്സ് ബോർഡ് വെച്ചിട്ടുള്ളത്. തൃശൂർ കുന്നംകുളം റോഡിൽ യാത്ര ദുരിതമാകുന്നു. പാതിവഴിയിൽ നിലച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിലെ കുണ്ടും കുഴിയുമാണ് യാത്ര ദുരിതമാക്കുന്നത്. തൃശൂർ കുറ്റിപ്പുറം പാത വികസനം മാസങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. 22% താഴെ പ്രവൃത്തികൾ മാത്രമാണ് പൂർത്തിയായത്. നിലവിൽ പുതിയ ടെൻഡർ വിളിച്ചിരിക്കുകയാണ്. പുഴയ്ക്കലിനും കേച്ചേരിക്കും ചൂണ്ടലിലുമാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. മഴ പെയ്തതോടെ റോഡിൽ കുണ്ടും കുഴികളും നിറഞ്ഞു. ചൂണ്ടൽ പാറന്നൂരിൽ വാഹനക്കുരുക്ക് കിലോമീറ്ററുകളോളം നീളുന്നത് പതിവായി. കുഴികളിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ ആഴം തിരിച്ചറിയാനാകുന്നില്ല. ഇതുമൂലം വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ സംഭവിക്കുന്നതും വാഹനങ്ങൾ തകരാറിലാകുന്നതും പതിവാണ്. ത്യാഗത്തിന്റെ തക്ബീർ ധ്വനികളുമായി നാളെ ബലിപെരുന്നാൾ. ഈദുൽ അസ്ഹ അഥവാ ബലിപെരുന്നാൾ ഇസ്ലാം മത വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മസമർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ്. ദൈവഹിതം പാലിക്കാനായി മകൻ ഇസ്മയിലിനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായ ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ വിശ്വാസവും ത്യാഗസന്നദ്ധതയുമാണ് ബലിപെരുന്നാളിന്റെ അന്തസത്ത. ഇബ്രാഹിമിന്റെ വിശ്വസ്തതയിൽ പ്രീതനായ അള്ളാഹു മകനെ ബലിയർപ്പിക്കുന്നതിന് പകരം ആടിന് ബലി നൽകുവാൻ അരളുകയായിരുന്നുവെന്നാണ് വിശ്വാസം. വലിയ പെരുന്നാൾ ദിവസം രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പ്രാർത്ഥനാപൂർവ്വം സംഗമിച്ച് വിശ്വാസികൾ പരസ്പരം ആശംസകൾ നേരും. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് സൈക്കിളിന് പുറകിലിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരിക്ക്. തവനൂർ തൃക്കണാപുരം സ്വദേശി ചീരംകുഴിയിൽ വീട്ടിൽ പ്രജിത്ത്, ചാട്ടുകുളം സ്വദേശി അമ്പലത്ത് വീട്ടിൽ യൂസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന സൈക്കിളിന് പുറകിൽ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. എരുമപ്പെട്ടി കടങ്ങോട് 400 ലിറ്റർ വാഷ് എക്സൈസ് പിടികൂടി നശിപ്പിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘത്തിന്റെ നേതൃത്വത്തിലാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. ആളൊഴിഞ്ഞ പറമ്പിലാണ് 220 ലിറ്റർ കൊള്ളുന്ന വലിയ ഡ്രമ്മിലും കുടങ്ങളിലുമായി വാഷ് സൂക്ഷിച്ചിരുന്നത്. മേഖലയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് 40 ലിറ്ററോളം ചാരായം കുന്നംകുളം എക്സൈസ് സംഘം പിടികൂടിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വാഷ് പിടികൂടിയത്. സംഭവത്തിൽ കേസെടുത്ത എക്സൈസ് സംഘം പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ പി ഹരീഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, AC ജോസഫ് എന്നിവരടങ്ങുന്ന സംഘമാണ് വാഷ് പിടികൂടി നശിപ്പിച്ചത്. രാത്രികാല വാഹന പരിശോധനയ്ക്കിടെ പോലീസുകാരന്റെ ദേഹത്തുകൂടെ കാർ കയറ്റിയിറക്കി. തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI ശശികുമാറിന് ഗുരുതര പരിക്ക്. തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വെള്ളിയാങ്കല്ല് മംഗലം സെന്ററിൽ ശനിയാഴ്ച രാത്രി നടന്ന പോലീസിന്റെ രാത്രികാല വാഹന പരിശോധനയ്ക്കിടയിലാണ് ആക്രമണമുണ്ടായത്. പരിശോധനയ്ക്കിടെ പോലീസ് തടഞ്ഞ കാർ അതിവേഗം പുറകോട്ടെടുക്കുകയും അതിനുശേഷം മുന്നോട്ട് നീങ്ങി ഗ്രേഡ് SI ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം ശരീരത്തിന് മുകളിലൂടെ കാർ കയറ്റി ഓടിച്ചു പോവുകയുമായിരുന്നു. ഗുരുതര പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. പുറകോട്ടെടുത്ത കാറിനും മതിലിനും ഇടയിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥനായ രാജീവ് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പ്രതികൾ സഞ്ചരിച്ച വാഹനവും വാഹന ഉടമയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാറിടിച്ച് വീഴ്ത്തി കടന്നുകളഞ്ഞ ഞാങ്ങാട്ടിരി സ്വദേശിയാലൻ അഭിലാഷ് പോലീസ് പിടിയിലായി. തൃത്താല SHO ഉൾപ്പെടെയുള്ള 4 പേരാണ് വാഹന പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വരന്തരപ്പള്ളി വെട്ടിങ്ങപ്പാടത്ത് 10ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. വെട്ടിങ്ങപ്പാടം ഞാറ്റുവെട്ടി ദിനേശിന്റെ മകൻ 15 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. വേലുപ്പാടം സെന്റ് ജോസഫ് സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. ഞായറാഴ്ച രാവിലെ ഉറങ്ങിക്കിടന്ന കുട്ടിയെ വിളിച്ചപ്പോൾ അനക്കമില്ലാത്തതിനെ തുടർന്ന് വീട്ടുകാർ വേലുപ്പാടത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തും മുൻപേ മരണം സംഭവിച്ചതായി ഡോക്ടർമാർ അറിയിച്ചു. വരന്തരപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മരണകാരണം വ്യക്തമല്ല. മൃതദേഹം മുളകുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മാന്നാമംഗലം മുരുക്കമ്പാറയിൽ പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന അഭ്യൂഹത്തെ തുടർന്ന് പ്രദേശത്ത് റവന്യൂ മന്ത്രി കെ രാജനും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. മുരുക്കമ്പാറയിലും വെള്ളച്ചാലിലുമാണ് പുലിയെ കണ്ടതായി അഭ്യൂഹമുയർന്നത്. മാന്നാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിൽ 24 മണിക്കൂർ കൺട്രോൾ റൂം തുറക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. പുലിയുടെ സാന്നിധ്യവുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ലഭിക്കും വരെ അടുത്ത ഒരാഴ്ച പ്രദേശത്ത് പട്രോളിംഗ് നടത്തുവാനും ആവശ്യമെങ്കിൽ പോലീസ് സഹായം തേടാനും മന്ത്രി വനം വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിലെ ജീവനക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കും. ജനങ്ങളുടെ ആശങ്ക ഒഴിവാക്കുന്നതിനായി മാന്നാമംഗലം ഫോറസ്റ്റ് ഓഫീസിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ADM ടി മുരളി, പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ 2 പ്രദേശങ്ങളിലായി ഇന്ന് 2 ദിവസമായിട്ട്, ഇന്നലെയും 2 ദിവസം മുമ്പും പുലി ഇറങ്ങി എന്നുള്ള ഒരാശങ്ക വന്നതിന്റെ അടിസ്ഥാനത്തിൽ 2-3 ദിവസമായി
ജനങ്ങളും അതുപോലെ തന്നെ ഫോറസ്റ്റും തുടർച്ചയായിട്ടുള്ള അന്വേഷണം നടത്തുകയാണ്. കളക്ടറുടെ ചുമതല വഹിക്കുന്ന ADM-ന്റെ നേതൃത്വത്തിൽ ജില്ലാ ഭരണകൂടവും ഈ കാര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് പുലിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ പുലിയാണെന്ന് ധരിക്കുന്ന വിധത്തിൽ ഒരു ജീവിയെ കണ്ടു എന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയും ബന്ധപ്പെട്ട ആളുകളോട് സംസാരിക്കുകയും ചെയ്ത് ചില നിർദ്ദേശങ്ങൾ ഇവിടെ പൊതുവായിട്ട് എടുക്കാൻ വേണ്ടി നിശ്ചയിച്ചു. ജലപാളി എന്ന പ്രതിഭാസം മൂലം മഴയുള്ളപ്പോൾ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളേറുന്നു. മഴയുള്ളപ്പോൾ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കുന്നത് അപകട സാധ്യത കുറയ്ക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പും പറഞ്ഞു. ടയറും റോഡും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കുന്ന അത്യന്തം അപകടകരമായ ഹൈഡ്രോപ്ലാനിംഗ് അഥവാ അക്വാപ്ലാനിംഗ് പ്രതിഭാസമാണ് മഴയുള്ളപ്പോൾ സംഭവിക്കുന്നത്. ഇതോടെ വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഡ്രൈവർക്ക് നഷ്ടമാകും. ഇതോടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നിമറയും. വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുന്നതോടെ ഹൈഡ്രോപ്ലാനിംഗ് സാധ്യതയും കൂടുന്നു. വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ ഡ്രൈവർ ഉടൻ തന്നെ ആക്സിലറേറ്ററിൽ നിന്ന് കാല് പിൻവലിക്കേണ്ടതാണെന്നും സഡൻ ബ്രേക്കിംഗും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും ഒഴിവാക്കേണ്ടതുമാണെന്നും മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു. തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കണമെന്നും നനഞ്ഞ റോഡിൽ ക്രൂയിസ് കൺട്രോൾ ഒഴിവാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച പാലയൂർ ബിനോയ് തോമസിന്റെ വീട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു സന്ദർശിച്ചു. ബിനോയിയുടെ മകന്റെ ജോലിയുടെ കാര്യത്തിൽ സർക്കാർ ഇടപെടുമെന്ന് മന്ത്രി പറഞ്ഞു. ബഹ്സാദ് കമ്പനി ഉടമ JK മേനോൻ ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ വീട് റവന്യൂ മന്ത്രി K രാജൻ സന്ദർശിച്ചു. ബിനോയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകുമെന്നും ഇതിനായി അടിയന്തര കൌൺസിൽ യോഗം ചേരുവാനും നഗരസഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ബിനോയുടെ മക്കളുടെ ചികിത്സ, വിദ്യാഭ്യാസം എന്നിവയടക്കം സർക്കാർ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുരുവായൂർ MLA NK അക്ബർ, നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, മുൻ മന്ത്രി VS സുനിൽകുമാർ, ഡെപ്യൂട്ടി തഹസിൽദാർ KJ തോമസ്, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മലയാളിയുടെ ഒരു പൊതു സംസ്കാരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ ആളുകളും അതിനുവേണ്ടി നിൽക്കുന്നു എന്നുള്ള ഒരു ദുഃഖത്തിനിടയിൽ നമ്മുടെ മലയാളിയുടെ ഒരു യോജിപ്പ് ഇവിടെയും കാണാൻ വേണ്ടി കഴിയും. ഇവരുടെ വീട് ഒരു 3 സെന്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടതുപോലെ ഷീറ്റ് അടിച്ചിട്ടുള്ള ഒരു വീടായിട്ടാണ് അത് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇവരുടെ പേര് ലൈഫിന്റെ ലിസ്റ്റിൽ ഇതിനകം തന്നെ ചാവക്കാട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീടാണ്. മുനിസിപ്പാലിറ്റിയുടെ പ്രത്യേക യോഗം തന്നെ ചേർന്ന് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവർ എന്നുള്ളത് കൊണ്ട് ഈ അജണ്ട മാത്രം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ യോഗം വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ആ സ്പെഷ്യൽ യോഗത്തിൽ വെച്ച് ലൈഫിലൂടെയുള്ള വീട് പണിതു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായിട്ട് അംഗീകരിക്കും. അതിൽ വേറെ ഒരു വിധത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല. തൃശൂർ മുണ്ടൂരിൽ യുവാവിന് കുത്തേറ്റു. മുണ്ടൂർ സ്വദേശി പുത്തൂക്കര വീട്ടിൽ ആനന്ദിനാണ് കുത്തേറ്റത്. ആനന്ദിന്റെ വീടിന് സമീപത്തെ പുണ്യാളൻ ഫിഷ് മാർക്കറ്റ് ഉടമ ആന്റോ എഡിസനാണ് കുത്തിയത്. മത്സ്യമാംസ മാലിന്യം ഇടുന്നതിനെ സംബന്ധിച്ച തർക്കമാണ് ആക്രമണത്തിന് കാരണം. ആന്റോ എഡിസൺ കയ്യിൽ കരുതിയ കത്തികൊണ്ട് ആനന്ദിന്റെ ഇടതുവാരിയിൽ കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ആനന്ദിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത 66 ചന്ദ്രാപ്പനി ഹൈസ്കൂൾ റോഡിനടുത്തുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികരായി 2 പേർക്ക് പരിക്ക്. ചന്ദ്രാപ്പനി ചാമക്കല സ്വദേശി തളിക്കുളം വീട്ടിൽ താജുദ്ദീൻ, മകൻ മുഹമ്മദ് ജാഫർ എന്നിവർക്കാണ് പരിക്കേറ്റത്. KSRTC ബസ് കാറിലിടിക്കുകയും നിയന്ത്രണം വിട്ട കാർ ബൈക്കിലിടിക്കുകയുമായിരുന്നു. വടക്കാഞ്ചേരി നഗരസഭകളിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി പ്രതിസന്ധിയിലാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തുന്ന പദ്ധതിക്ക് നഗരസഭയിൽ നിന്ന് അയക്കുന്ന വാർഷിക പദ്ധതി അനുസരിച്ച് പകുതി പണം പോലും ലഭിക്കുന്നില്ലെന്ന് DCC സെക്രട്ടറി അജിത് കുമാർ ആരോപിച്ചു. പഞ്ചായത്തുകളിൽ 4 കോടി രൂപ വരെ പണം ചെലവ് ചെയ്യുമ്പോൾ നഗരസഭകളിൽ 2 കോടി രൂപ മാത്രമാണ് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ട്രഷറി നിയന്ത്രണം എന്ന പേര് പറഞ്ഞ് അവസാനം വന്ന ഗഡു ചെലവ് ചെയ്യാൻ സാധിച്ചില്ല. നഗരസഭകളിലെ തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിലാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്ക് ആവശ്യമായ പണം ഉടൻ അനുവദിക്കണമെന്ന് അജിത് കുമാർ ആവശ്യപ്പെട്ടു. കഴിയാതെ ട്രഷറി ബാനാണെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നൊരു സ്ഥിതി ഉണ്ടായി. ഈ വർഷം ഇപ്പോൾ തുടക്കമായി ഇതുവരെ വളരെ ചെറിയൊരു ഫണ്ടാണ് വന്നിട്ടുള്ളത്. ഫണ്ട് എന്ന് അനുവദിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരു മുന്നറിയിപ്പും സർക്കാർ നൽകുന്നില്ല. തൊട്ടടുത്ത പഞ്ചായത്തുകളിലൊക്കെ 4 കോടി രൂപ വരെ ഒരു വർഷം ചെലവ് ചെയ്യുമ്പോൾ അതിൻ്റെ പകുതിയാണ് നഗരസഭകളിൽ ചെലവ് ചെയ്യുന്നത്. പക്ഷെ അതുപോലും കൃത്യമായി കിട്ടാത്ത സ്ഥിതിയാണുള്ളത്.
ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസന പ്രവൃത്തികൾക്ക് വേഗം കൂടുന്നു. പണം ലഭിച്ച ഉടമകളിൽ നിന്നും സ്ഥലം ഏറ്റെടുക്കൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ രേഖകൾ സമർപ്പിച്ച പരിശോധന പൂർത്തിയാക്കി പണം ലഭിച്ച 18 സ്ഥാപനങ്ങളിലെ സ്ഥലമാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കുന്നത്. സ്ഥലം ഏറ്റെടുക്കൽ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി 41 കോടി രൂപയോളമാണ് ട്രഷറിയിൽ മാറ്റിവെച്ചിട്ടുള്ളത്. ആകെ പദ്ധതിക്കായി 45 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഏറ്റെടുക്കുന്ന സ്ഥലം പിന്നീട് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറും. ചന്തക്കുന്നിൽ 3 പീടിക റോഡിൽ 50 മീറ്ററും കൊടുങ്ങല്ലൂർ റോഡിൽ സെന്റ് ജോസഫ് കോളേജ് വരെയും ഡാണാവിൽ തൃശൂർ റോഡിൽ ബൈപ്പാസ് റോഡ് വരെയും ചാലക്കുടി റോഡിൽ ഗവൺമെന്റ് ആശുപത്രി വരെയുമാണ് വികസനം നടപ്പിലാക്കുന്നത്. നിലവിൽ ഗതാഗതക്കുരുക്കൽ ബുദ്ധിമുട്ടുന്ന ഡാണ ചന്തക്കുന്ന് റോഡ് 17 മീറ്റർ വീതിയിലാണ് ഏറ്റെടുക്കുന്നത്. ഇതിൽ 11.8 മീറ്റർ വീതിയിൽ റോഡും ബാക്കി 3.2 മീറ്റർ വീതിയിൽ നടപ്പാതകളോടുകൂടിയ കാനകളുമാണ് ഉണ്ടായിരിക്കുക. റോഡ് BMBC നിലവാരത്തിൽ മെക്കാഡാം ടാറിംഗ് നടത്തിയാണ് വികസിപ്പിക്കുന്നത്. ഇതിനു പുറമെ ട്രാഫിക് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള ലൈൻ മാർക്കിംഗ്, റിഫ്ലക്ടറുകൾ, സൂചനാ ബോർഡുകൾ, ദിശാ ബോർഡുകൾ എന്നിവയും സ്ഥാപിക്കും. TCV ന്യൂസ് ഇരിങ്ങാലക്കുട. സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിത്യേന എത്തുന്ന മയിൽ ദർശനത്തിനെത്തുന്നവർക്കും പ്രദേശവാസികൾക്കും കൗതുകമാകുന്നു. കാഞ്ഞിരക്കോട് ശിവകുമാരഗിരി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് അപൂർവ കാഴ്ച. വർഷങ്ങളായി മുടങ്ങാതെ മയിൽ രാവിലെയും വൈകിട്ടും ക്ഷേത്രത്തിലെത്തും. മേൽശാന്തി KK മനോജ് നേദ്യം ഭക്ഷിക്കാനായി നൽകും. സന്ദർശകരില്ലെങ്കിൽ മനോജിന്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഭക്ഷിക്കും. ക്ഷേത്രം തുറക്കുമ്പോൾ മുതൽ തന്നെ സമീപത്തെ മരക്കൊമ്പുകളിൽ മയിൽ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടാകും. ആളൊഴിഞ്ഞതിനു ശേഷമേ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരാറുള്ളൂ. തുടർന്ന് മേൽശാന്തി നൽകുന്ന ഭക്ഷണവും കഴിച്ച് മടങ്ങും. ക്യാൻസർ ബാധിച്ച് മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന 14 വയസ്സുകാരന്റെ ചികിത്സാ ചെലവിനായി ബിരിയാണി ചാലഞ്ച് നടത്തി. കാരുണ്യത്തിന്റെ മാതൃക തീർത്തിരിക്കുകയാണ് എരുമപ്പെട്ടിയിലെ ഒരു കൂട്ടം യുവാക്കൾ. മേലൂർ കിരാലൂർ സ്വദേശിയായ അനുദേവ് കൃഷ്ണയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനു വേണ്ടിയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി എന്ന പേരിലുള്ള വാട്സാപ്പ് കൂട്ടായ്മയിലൂടെ യുവാക്കൾ ബിരിയാണി ചാലഞ്ച് നടത്തിയത്. നാടൊന്നാകെ ഇവരോടൊപ്പം കൈകോർത്തു. 2000-ലധികം ബിരിയാണി പാക്കറ്റുകളാണ് തയ്യാറാക്കിയത്. ലഭിച്ച ഫണ്ട് മുഴുവൻ ചികിത്സാ സഹായ സമിതിക്ക് കൈമാറും. വാട്സാപ്പ് കൂട്ടായ്മ കോർഡിനേറ്റർമാരായ ജോയ്സൺ പുലിക്കോട്ടിൽ, കണ്ണൻ എരുമപ്പെട്ടി, അമീർ എരുമപ്പെട്ടി, ശിവൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 10 കിലോ ഭാരമുള്ള മുഴ കാരണം നടക്കാൻ കഴിയാതെ വന്ന 61-കാരിക്ക് ആശ്വാസമേകി തൃശൂർ മെഡിക്കൽ കോളേജ്. 6 മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാലിൽ നിന്നും ട്യൂമർ നീക്കം ചെയ്തു. തൃശൂർ പുഴയ്ക്കൽ സ്വദേശിനിക്കാണ് ശസ്ത്രക്രിയ നടത്തിയത്. ഹെപ്പറ്റൈറ്റിസ് രോഗം കൂടി ഉണ്ടായിരുന്നത് ശസ്ത്രക്രിയയുടെ സങ്കീർണത വർദ്ധിപ്പിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗവും ഓങ്കോ സർജറി വിഭാഗവും ചേർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ മുഴുവൻ ടീമിനെയും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അഭിനന്ദിച്ചു. ഹജ്ജിന് പോയ ചാവക്കാട് എടക്കടിയൂർ സ്വദേശി മക്കയിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എടക്കടിയൂർ ഹൈസ്കൂളിന് സമീപം താമസിക്കുന്ന കുളങ്ങത്തയിൽ മൊയ്തുണ്ണി മകൻ 60 വയസ്സുള്ള ഷംസുദ്ദീനാണ് മരിച്ചത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് ഷംസുദ്ദീൻ കുഴഞ്ഞു വീണത്. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ. വെള്ളി ഗ്രാമിന് 95, കിലോ 95,000 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3490 രൂപ, ഔൺസ് 1,08,551 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ തുടർച്ചയായി 2ാം ദിവസവും നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 2.9 രേഖപ്പെടുത്തി. ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം വടക്കാഞ്ചേരി. വരും ദിവസങ്ങളിലും തുടർ ഭൂചലനങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തുടർചലനങ്ങളിൽ ആശങ്കയോടെ ജനം. തൃശൂർ DCC പ്രസിഡന്റായി VK ശ്രീകണ്ഠൻ MP ചുമതലയേറ്റു. തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ടു പോകുമെന്ന് ശ്രീകണ്ഠൻ. തൃശൂർ കുന്നംകുളം റോഡിൽ അപകടങ്ങൾ തുടർക്കഥ. പാതിവഴിയിൽ നിലച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും റോഡിലെ കുണ്ടും കുഴിയും യാത്ര ദുരിതമാക്കുന്നു. നാളെ ബലിപെരുന്നാളിനൊരുങ്ങി മുസ്ലിം വിശ്വാസികൾ. പള്ളികളിലും ഈദ്ഗാഹുകളിലും വിശ്വാസികൾ സംഗമിക്കും. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.